أعوذ بالله من الشيطان الرجيم وأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم. ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ പുതിയ ഒരു അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളിപ്പോൾ ചുറ്റിലും മഴ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. മഴക്കാലം തുടങ്ങി കുറച്ച് മുന്നോട്ട് പോയൊരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഈ മഴ നമ്മളിങ്ങനെ കാണുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ മഴയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മളോട് നമ്മളുടെ ചുറ്റുമുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടല്ലോ അല്ലേ. ആകാശത്തെയും ഭൂമിയെയും കാറ്റിനെയും കടലിനെയും രാവിനെയും പകലിനെയും ഒക്കെ കുറിച്ച് പറയുന്നത് പോലെ മഴയെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മഴയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന വെള്ളം, ആ വെള്ളത്തിലേക്ക് കുറേ സൂചനകൾ നൽകിയിട്ട് അല്ലാഹു മഴയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വെള്ളത്തെക്കുറിച്ച് അതുപോലെ മഴയെക്കുറിച്ച് ഖുർആൻ എന്താണ് നമ്മളോട് പറഞ്ഞു തരുന്നത് എന്ന കാര്യങ്ങൾ ഈ സമയത്ത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് മഴയെക്കുറിച്ച് അതുപോലെ വെള്ളത്തെക്കുറിച്ച് ഖുർആൻ പരാമർശിച്ചിട്ടുള്ള ചില വിഷയങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്നത്. അതിലാദ്യം ഖുർആൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വെള്ളം, ഈ ആകാശവും ഭൂമിയുമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ വെള്ളമുണ്ടായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഖലഖസ്സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, ആകാശഭൂമികളെ 6 നാൾ കൊണ്ട് അവൻ സൃഷ്ടിച്ചു. വകാന അർശുഹു അലൽ മാ. അന്നേരം അള്ളാഹുവിൻ്റെ അർശ് വെള്ളത്തിന് മുകളിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ആയത്തിൽ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു ആകാശത്തെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ വെള്ളവും അർശും ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, ഈ വെള്ളം ഉണ്ടാവണമെങ്കിൽ എന്തോ ഒരു സ്പേസ് വേണമല്ലോ അതിനല്ലേ. ഇപ്പോൾ ഭൂമിയിൽ വെള്ളം കെട്ടി നിൽക്കാനൊരു സ്പേസ് ഉണ്ട്. ഇത് ഭൂമിയും ആകാശമൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ഇപ്പോൾ വെള്ളം എവിടെ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ അത് നമുക്കറിയില്ല. കാരണം അതിൽ തന്നെ അള്ളാഹ് പറയുന്നുണ്ട്, അള്ളാഹിൻ്റെ അർശ് വെള്ളത്തിന് മുകളിൽ. അപ്പോൾ അർശ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയോ? അർശ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയും അള്ളാഹുവിൻ്റെ അർശ് എന്നാണ്, അള്ളാഹിൻ്റെ സിംഹാസനം. അപ്പോൾ സിംഹാസനം എന്ന് പറഞ്ഞാൽ എന്താ? ഈ രാജാക്കന്മാരൊക്കെ ഇരിക്കുന്ന വലിയൊരു ഇരിപ്പിടം. അപ്പോൾ അള്ളാഹ്ക്ക് അതേപോലെ ആകാശത്തൊരു ഇരിപ്പിടം ഉണ്ട് എന്നാണോ? അല്ല, നമുക്കതിൻ്റെ ഒരു റിയാലിറ്റി അറിയില്ല. അതേപോലെ അന്ന് വെള്ളം ഉണ്ടായിരുന്നു എന്ന് അള്ളാഹ് പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കുക, അത് വിശ്വസിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് എങ്ങനെയായിരുന്നു, എവിടെയായിരുന്നു എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് പല പണ്ഡിതന്മാരും അള്ളാഹു ആദ്യം എന്ത് സൃഷ്ടിച്ചു എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ അള്ളാഹു ആദ്യം വെള്ളം സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല, വെള്ളത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വജഅൽനാ മിനൽ മായി കുല്ല ഷൈഇൻ ഹൈ എന്ന് പറയുന്നുണ്ട്. ജീവനുള്ള എല്ലാ വസ്തുക്കളെയും അല്ലാഹു സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണെന്നാണ്. അതായത് ജീവൻ്റെ അടിസ്ഥാനം വെള്ളമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് രണ്ടർത്ഥത്തിൽ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരർത്ഥം എന്ന് പറയുന്നത്, ഇപ്പോൾ ജീവനുള്ള ഒരു വസ്തു രൂപപ്പെടുന്നതിൻ്റെ അടിസ്ഥാനം ഘടകങ്ങളിൽ ഒന്ന് വെള്ളമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദം നബിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു പറഞ്ഞാൽ മണ്ണിൻ്റെ ഘടകങ്ങൾ, അതിൽ തന്നെ കുഴച്ച മണ്ണ് എന്ന് ചില പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ വെള്ളവും മണ്ണും ചേർന്നതാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഒരുപാട് അടിസ്ഥാന മൂലകങ്ങളുണ്ടല്ലോ അല്ലേ. നമ്മൾ സയൻസിലൊക്കെ അത് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ മൂലകങ്ങൾ, ഈ പറയുന്നത് മണ്ണിലുള്ള മൂലകങ്ങൾ, കുറേ കാര്യങ്ങൾ മനുഷ്യ ശരീരത്തിലുണ്ട്. മനുഷ്യ ശരീരത്തിലുള്ള വെള്ളത്തിൻ്റെ അളവ് എത്രയാണ്? ഒരു ശരാശരി ഒരു ആരോഗ്യമുള്ള മനുഷ്യൻ്റെ ശരീരത്തിൽ 60% മുതൽ 70% വരെ വെള്ളം ഉണ്ടാവുന്നതാണ്. മനുഷ്യരിൽ മാത്രമല്ല, എല്ലാത്തിലും ഉണ്ടാവും, എല്ലാ ജീവികളിലും ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ചിക്കനൊക്കെ കഴിക്കൂലേ. അപ്പോൾ ചിക്കന് നമ്മൾ കടയിൽ പോയിട്ട് ചിക്കനൊക്കെ വാങ്ങിക്കൊടുന്നു. അപ്പോൾ ചിക്കനൊക്കെ വാങ്ങിക്കൊടുന്നിട്ട് കഷ്ണാക്കിയിട്ട് നമ്മൾ കുക്കറിലിട്ടിട്ട് നമ്മൾ മസാല ഒക്കെ തേച്ച് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ ആ ചിക്കൻ വേവിക്കും. നിങ്ങൾ വീട്ടിൽ ഉമ്മാനോടൊക്കെ ചോദിച്ചാൽ മതി, അങ്ങനെ ചിക്കൻ ഉണ്ടാക്കുക, അങ്ങനെ വെള്ളമൊന്നും ഒഴിക്കാതെ വേവിച്ചാൽ
പിന്നെ അത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ തുറന്നു നോക്കുമ്പോൾ എന്തുണ്ടാവും? അതിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും, കറി ഉണ്ടാവും. ഇതെവിടുന്ന് വന്നു? ഇത് നമ്മൾ വെള്ളം ഒഴിച്ചതല്ല, ഇത് ആ ചിക്കൻ്റെ മാംസത്തിലുള്ള വെള്ളമാണ്. അപ്പോൾ അത് ചൂടാവുമ്പോൾ ആ വെള്ളം പുറത്ത് വരുന്നതാണ്. ഇത് നമ്മളുടെയൊക്കെ ശരീരത്തിൽ വെള്ളമുണ്ട്. അപ്പോൾ എല്ലാ ജീവനുള്ള വസ്തുക്കളിലും വെള്ളമുണ്ട് എന്നുമാകാം ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ജീവനുള്ള എല്ലാ വസ്തുവിൻ്റെയും അതിൻ്റെ സൃഷ്ടിപ്പിൻ്റെ തുടക്കം, അതിൻ്റെ അടിസ്ഥാന ഘടകം വെള്ളമാണ്. അതുപോലെ തന്നെ ആ ജീവികളുടെ നിലനിൽപ്പിലും ആ വെള്ളമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു തആല ഈ മഴയെക്കുറിച്ച് പറയാണ്. അള്ളാഹു മഴയെക്കുറിച്ച് ഒരുപാട് ഖുർആനിൽ പറയുന്നുണ്ട്. വ അൻസൽനാ മിനസ് സമാഇ മാഅ, അള്ളാഹു ആകാശത്ത് നിന്ന് വെള്ളമിറക്കി. ഫ അംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം, അതുപോലെ തന്നെ അള്ളാഹു അതുകൊണ്ട് ഒരുപാട് ഇണകൾ, അതായത് ഭൂമിയിൽ നിന്ന് സസ്യലതാദികൾ ഉണ്ടാക്കി എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ പറയുന്നുണ്ട് ഫ അഹിയാ ബിഹിൽ അർള ബഅദ മൗതിഹ, അതായത് ഭൂമിയെക്കുറിച്ച് പറയാണ്, ഭൂമി മരിച്ചതിന് ശേഷം അതിനെ ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് വെള്ളമില്ലെങ്കിൽ ഭൂമി ജീവനില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നതാണ്. ജീവൻ ഉണ്ടാവുന്നത് എപ്പോഴാണ്? അതിൽ വെള്ളമുണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഭൂമിയുടെ നിലനിൽപ്പ്, അതിൽ സസ്യലതാദികൾ ഉണ്ടാകുന്നത്, മനുഷ്യൻ നിലനിൽക്കുന്നത് ഒക്കെ ഈ വെള്ളത്താലാണ്, ഈ വെള്ളം കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഭൂമിയിൽ എന്തുകൊണ്ട് മനുഷ്യന് ജീവിതം സാധ്യമാകുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഉത്തരം ഇവിടെ വെള്ളമുണ്ടായത് കൊണ്ട് എന്നുള്ളതാണ്. ഓക്സിജൻ ഉണ്ട്, അതോടൊപ്പം ഇവിടെ വെള്ളമുണ്ട് എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പലയിടത്തും ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ നാസ ഒക്കെ ഒരുപാട് കാലമായിട്ട് പലയിടത്തും അന്വേഷിക്കുകയാണ്. ഭൂമിക്ക് പുറത്ത് എവിടെയാണ് മനുഷ്യന് ജീവിക്കാൻ കഴിയുക എന്ന അന്വേഷണത്തിൽ അവരാദ്യം പരിശോധിക്കുന്നത് എന്താ? വെള്ളം ഉണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. അതായത് വെള്ളം ഉണ്ടെങ്കിലാണ് അവിടെ ജീവൻ സാധ്യമാവുള്ളൂ, ജീവിതം സാധ്യമാവുള്ളൂ. ഇപ്പോൾ മക്കയിൽ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ നേരത്തെ കഴിഞ്ഞ വിഷയം പരാമർശിക്കുമ്പോൾ മക്കയുടെ ചരിത്രമൊക്കെ നമ്മൾ പറഞ്ഞു. അതിൽ മക്കയിൽ എങ്ങനെ ജനവാസം ഉണ്ടാവുന്നത്? മക്കയിൽ ജനവാസം ഉണ്ടാവുന്നത് അവിടെ സംസം ഉറവയെടുത്തതിന് ശേഷമാണ്. അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ സംസം ഉറവയെടുത്തതിന് ശേഷമാണ് അവിടെ ആളുകൾ വന്ന് തുടങ്ങിയത്, അവിടെ സമൂഹങ്ങൾ വന്ന് തുടങ്ങിയത്, ജനവാസം ഉണ്ടായത്. നമ്മൾ ഇപ്പോൾ സോഷ്യൽ സയൻസിലൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും, ഒരുപാട് സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കും. ഇപ്പോൾ ഹാരപ്പ, മോഹൻജദാരോ, മെസപ്പൊട്ടോമിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംസ്കാരങ്ങൾ പഠിക്കും. ആ സംസ്കാരങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താ? അത് നദീതീരങ്ങളിൽ രൂപപ്പെട്ട സംസ്കാരങ്ങളാണെന്നാണ്. സിന്ധു നദീതട സംസ്കാരം, അതുപോലെ യൂഫ്രട്ടീസിൻ്റെയും ടൈഗ്രീസിൻ്റെയും ഒക്കെ തീരത്ത് രൂപപ്പെട്ട സംസ്കാരം. കാരണം നദി വെള്ളം ഒഴുകുന്ന ഇടമാണ്, വെള്ളമുള്ളിടത്താണ് മനുഷ്യന് താമസിക്കാൻ കഴിയുക. അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവൻ രൂപപ്പെടുന്നതിൻ്റെ അടിസ്ഥാന ഘടകമാണ് എന്ന് മാത്രമല്ല അതിൻ്റെ നിലനിൽപ്പിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും നന്നായി പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത്. അതുകൊണ്ട് വെള്ളത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അത് എത്രമാത്രം പ്രധാനമാണ്, നമ്മളുടെ ജീവിതം രൂപപ്പെടുന്നതിലും അതുപോലെ തന്നെ ഇത് നിലനിൽക്കുന്നതിലും എത്രയും പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം നമ്മളുടെ ചുറ്റുമുള്ള ഈ ജീവജാലങ്ങൾ, അതുപോലെ തന്നെ സസ്യലതാദികൾ, ഇതൊക്കെ നിലനിൽക്കുന്നത് ഈ വെള്ളത്താലാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു തആല പലപ്പോഴും ഈ മഴയെ ഒരു ഉപമയായിട്ട് പറയുന്നുണ്ട്. ചില കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഉപമയായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. കൂടുതലായിട്ട് അല്ലാഹു ഈ ഉപമ പരിചയപ്പെടുത്തുന്നത് ഈ ദുനിയാവിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ദുനിയാവിൻ്റെ ഒരു നശ്വരത എന്ന് പറഞ്ഞാൽ എന്താ? നശിച്ചു പോകുന്നത്. ഇത് ദുനിയാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്നും നിലനിൽക്കുന്നതല്ല, അത് എപ്പോഴും വേണമെങ്കിലും നശിച്ചു പോകാം എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല മഴയെ ഉദാഹരിക്കുന്നത് കാണാൻ കഴിയും. ഏതുപോലെ തന്നെയാണ് അതൊരു മഴ പെയ്യുന്നത് പോലെയാണ്. ആകാശത്ത് നിന്ന് മഴ പെയ്യുമ്പോഴതാ ഈ ഭൂമിയിൽ ചില ചെടികൾ ഇങ്ങനെ മുളച്ചു വരികയാണ്. ആ ചെടികൾ ഇങ്ങനെ മുളച്ച് നിന്ന് മഴക്കണ്ട് പോയിട്ടൊരു വെയിലടിക്കുമ്പോൾ എന്തായി? ആ ചെടികളൊക്കെ അങ്ങ് വാടിക്കരിഞ്ഞ് ഉണങ്ങിപ്പോവാണ്. അടുത്ത കാറ്റ് വീശുമ്പോൾ അതങ്ങ് പാറിപ്പോവാണ്. ഈ ഉദാഹരണത്തിലൂടെ അല്ലാഹു ദുനിയാവിനെക്കുറിച്ച് പരിചയപ്പെടുത്താണ്. ഇവിടെ കുറേ സമ്പത്ത്, ഇതിൻ്റെ വിഭവങ്ങൾ ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇത് എല്ലാ കാലത്തും കുറേ കാലം നമുക്കിങ്ങനെ സുഖിച്ച് ജീവിക്കാം. പക്ഷേ തൊട്ടടുത്ത നിമിഷം അത് ചിലപ്പോൾ അങ്ങ് ഇല്ലാണ്ടാവും. അത്രയേ ഉള്ളൂ ദുനിയാവ് എന്ന് പറഞ്ഞാൽ. സ്വതക്കയെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല മഴയെ ഉപമിക്കുന്നുണ്ട്. അതായത് ഈ സ്വതക്ക ചെയ്യുന്നതിലൂടെ എന്തുണ്ടാവുക? ഒരുപാട് വളർച്ച ഉണ്ടാവും. നമ്മൾ കൊടുക്കുമ്പോൾ ആ വാങ്ങുന്ന ആൾക്കും ചുറ്റുപാടും ഒക്കെ ഒരുപാട് വളർച്ച ഇങ്ങനെ ഉണ്ടാവുകയാണ്.
അതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് അതുമാത്രമല്ല, നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളുടെ സുകൃതങ്ങൾ വർദ്ധിക്കുകയാണ്, നമ്മളുടെ സൽക്കർമ്മങ്ങളുടെ അളവ് വർദ്ധിക്കുകയാണ്, നമ്മളുടെ നന്മകളുടെ കനം കൂടുകയാണ്. ഇതുപോലെയാണ് ഒരു മഴ പെയ്യുന്നത് പോലെയാണ്. അസ്വാബഹ വാബിൽ, ഇത് വലിയ പേമാരി പെയ്യുന്നത് പോലെയാണ്. ആ പേമാരി പെയ്താൽ എന്തുണ്ടാവും? അതുകൊണ്ട് കുറേ പലതരത്തിലുള്ള ഗുണങ്ങളുണ്ടാകും. ഇനിയിപ്പോൾ ചെടികളൊക്കെ മുളക്കും. ഇനിയിപ്പോൾ വലിയ മഴ ഒന്നുമില്ല, ഒരു ചാറ്റൽ മഴ പെയ്താലും എന്തുണ്ടാവും? അതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയാണ് സ്വതക്ക എന്ന് പറയുന്നുണ്ട്. ശേഷം അതിന് പറയുന്നുണ്ട്, ഈ ആളുകളെ കാണിക്കാൻ വേണ്ടി സ്വതക്ക ചെയ്യുന്ന ആളുകളുണ്ടാവും അല്ലേ, വേറെ ആളുകളൊക്കെ കാണാനും അറിയാനൊക്കെ എന്തെങ്കിലും കൊടുക്കുന്നവർ. അതിനെക്കുറിച്ചും മഴയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു പാറയിൽ കുറച്ച് മണ്ണുണ്ട്, അപ്പോൾ ആ മണ്ണിങ്ങനെ നമുക്ക് കാണാനില്ല, പക്ഷേ ഒരു മഴ ഉണ്ട് പെയ്ത് ആ മണ്ണൻ്റെ ഒലിച്ചു പോകും. ഇതേപോലെയാണ് നമ്മൾ ആളുകൾ കാണാൻ വേണ്ടി സ്വതക്ക കൊടുത്താലും അത് ഒന്നും പിന്നെ കാണൂല. അത് മഴ പെയ്ത് മണ്ണൊലിച്ചു പോയെന്നത് പോലെ ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ പരസ്യപ്പെടുത്തുമ്പോൾ അതിൻ്റെ പ്രതിഫലം അങ്ങ് പോകും എന്നാണ്. അപ്പോൾ മഴ എന്ന് പറയുന്നത്, അതുപോലെ വെള്ളം എന്ന് പറയുന്നത് ഖുർആൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ മഴ പെയ്യുന്ന ഈ ഒരു കാലത്ത് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാനും അറിയാനൊക്കെ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.